അല്ല, ഇതിനകത്ത് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് വനിതകളെ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു. നാരി ശക്തി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തൃശ്ശൂർ മുതൽ ബംഗാൾ വരെ അദ്ദേഹം നിരന്തരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഒരു കുഴപ്പം ചോദിച്ചാൽ ബംഗാളാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെങ്കിൽ അവിടെയുള്ളത് TMC ആണ്. TMC എന്ന് പറയുന്ന പാർട്ടി, അതായത് അവിടുത്തെ ജനങ്ങൾ TMCയെ നോക്കുന്നു, BJP യെ നോക്കുന്നു. വനിതാ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന BJP ദേശീയ തലത്തിൽ എത്ര വനിതകളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്? എത്ര വനിതാ MP മാർ BJPക്കുണ്ട്? എത്ര വനിതാ MLA മാർ BJPക്കുണ്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP എത്ര വനിതകളെ മത്സരിപ്പിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമല്ലോ. എന്നിട്ട് അവർ TMCയിലേക്ക് നോക്കും. TMC ഓൾറെഡി 28% വനിതകളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കിയ പാർട്ടിയാണ് TMC. അത് നമ്മൾ കാണണം. അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഓൾറെഡി വനിതകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വ്യവസ്ഥ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അത് ആളുകൾക്കറിയാം. ആർക്ക് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയില്ലേ, അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോഴാണ് മോദി പറയുന്നത് ഇത് നടപ്പിലാക്കാം. നേരത്തെ പറഞ്ഞു, അപ്പോൾ നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ നടപ്പിലാക്കാൻ പരിപാടിയുണ്ട്. പക്ഷെ നടപ്പിലാക്കണമെങ്കിൽ പല കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞ് പ്രചരിപ്പിച്ചു വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു ഞങ്ങളെന്ന്. പക്ഷെ കൊണ്ടുവന്നെന്ന് പറയുമ്പോഴും നടപ്പിലാവും ചോദിച്ചാൽ എന്ന് നടപ്പിലാവും ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്രയും വീക്കൻ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ നാരി സംരക്ഷണം, വനിതാ സംവരണ ബില്ല് ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ബംഗാൾ TMCക്കെതിരെ ഇമ്പാക്ട് ചെയ്യുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. TMC വനിതാ നേതാക്കളെ എപ്പോഴും ഉയർത്തി നിർത്തുന്ന പാർട്ടിയാണ്. ദീദി ഒരു വനിതയാണ് അതിൻ്റെ നേതാവ്. മുഹമ്മദ് മൊയ്ത്രയെ പോലുള്ള ആൾക്കാരാണ് അതിൻ്റെ മുഖ്യധാരയിലുള്ള പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ എന്നത് കാണേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ബംഗാൾ പോലൊരു സ്ഥലത്ത് സാധാരണ നിലയ്ക്ക് അവിടുത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികൾ, സാമുദായിക സമവാക്യങ്ങൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം അവിടുത്തെ ലോക്കൽ പരിപാടികൾ, ഇതൊക്കെ അപ്പുറത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ ദേശീയ ബില്ലൊക്കെ വന്ന് ചർച്ചയാവുകയും അവിടുത്തെ വനിതകൾ അതിന് നോക്കൂ പാർലമെൻറ്റിൽ ഞങ്ങളുടെ പങ്കാളിത്തം കൂടാൻ പോവുകയാണ്, മോദിജി അത് കൊണ്ടുവന്നിരിക്കാനുള്ള അവസാനം എന്ന മട്ടിൽ അവതരിപ്പിക്കുമെന്ന് എനിക്ക് നല്ല അതിനടിസ്ഥാനത്തിൽ അവരെ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ BJPയെ സംബന്ധിച്ച് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ബംഗാൾ പിടിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് BJP നല്ല കോൺഫിഡൻസ് ലോസ് ഉണ്ട്. ആദ്യം നരേന്ദ്രമോദി 2014 വരുന്നത് വികസനത്തിൻ്റെ ഒരു പ്രവാചകൻ ഇതാ വരുന്നു, വിദേശത്ത് നടക്കമുള്ള മൊത്തം ഇന്ത്യക്കാർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം, ഇന്ത്യ ഒരു വികസനത്തിൻ്റെ സ്വർഗ്ഗഭൂമികയാകാൻ പോവുകയാണ്. അതിൽ ആ മായിക വലയത്തിൽ വലിയ തോതിൽ ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്തു. മോദി പ്രധാനമന്ത്രിയായി. അതിനുശേഷം ആ വികസനത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. കാരണം ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അധികാരത്തിൽ വന്നത്. അതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പരമാവധി വർഗീയത പറഞ്ഞപ്പോൾ വീണ്ടും വോട്ട് കിട്ടി. പക്ഷെ അടുത്ത ഘട്ടം കഴിഞ്ഞ് ഓരോന്നിൻ്റെയും ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു പരമാവധി ചാർജ് തീരുന്നവരല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ വികസന പ്രവാചകൻ എന്ന് പറയുന്ന സംഗതി പാളി. അത് കഴിഞ്ഞ് വർഗീയത മാക്സിമത്തിൽ പറഞ്ഞു, മനുഷ്യന്മാർ മാക്സിമത്തിൽ എടുത്തു. പിന്നെ അവർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. അടുത്ത ഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ വേണ്ടതെന്നാണ് വർഗീയതയും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, വികസന വാചാടം ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഈ ടെക്നിക്കലി പൂർണ്ണമായിട്ടും എങ്ങനെ പുറത്തു പോകാൻ നിൽക്കാൻ പറ്റുന്ന അടുത്ത പണിയെടുക്കുകയാണ് എന്ന് കാണുന്നു.